ഇന്ന് എനിക്ക് മാടായിപ്പാറ വഴി ഒരു യാത്ര ഉണ്ടായിരുന്നു. ഇത് മാടായിപ്പാറ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നീലക്കുറിഞ്ഞിയൊക്കെ പൂക്കുന്ന സ്ഥലമാണ്. വളരെ മനോഹരമായ സ്ഥലമാണ് മാടായിപ്പാറ. ആ മാടായി തന്നെ കാവുണ്ട്, വലിയൊരു കാവാണ്. അതുപോലെ മാടായി ക്ഷേത്രമുണ്ട്, മാടായി ചിറയുണ്ട്, ഒക്കെ കാണാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതുവഴിയാണ് ഏഴിമല നേവൽ ബേസിലേക്ക് പോകേണ്ട റൂട്ടും കൂടിയാണ് ഇത്. ഇതുവഴി കടന്നു വരുമ്പോൾ നമുക്ക് മനോഹരമായ പല കാഴ്ചകളും കാണാം. മാടായി കാവ് ക്ഷേത്രമുണ്ട്. അതോടൊപ്പം തന്നെ കേരള സർക്കാരിൻ്റെ ITIയും കൂടി ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരമായി ഒരു ചായയെല്ലാം കുടിക്കാമെന്ന് കരുതി ഹോട്ടലോ തട്ടുകടയോ ചായക്കടയോ ഒക്കെ ഉണ്ടോ നോക്കി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒന്നും കണ്ടില്ല. പിന്നെ നമ്മൾ വന്ന് കയറിയത് പയ്യന്നൂർ തളിപ്പറമ്പ് ഹൈവേയിലാണ്. ഞങ്ങൾ ഹൈവേയിൽ കൂടെ വരുമ്പോൾ കുറച്ച് മുമ്പോട്ട് എന്താ ഇവിടെ പറയുക, ഫൈറൂസിൻ്റെ തട്ടുകട കുപ്പത്ത്, ഇവിടെ ഒരു തട്ടുകട കണ്ട് അങ്ങനെ വണ്ടി അവിടെ നിർത്തി ഒന്ന് കയറി നോക്കാമെന്ന് കരുതി. നോക്കുമ്പോൾ നല്ല ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്, നല്ല വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ട്, പുറത്തിരുന്ന് കുടിക്കാനൊക്കെ സൗകര്യമുണ്ട്. അതുപോലെ വളരെ മനോഹരമായിട്ട് നല്ല വൃത്തിയും വെടിപ്പുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എണ്ണക്കടിയുടെ ഒരു ചില്ല് കൂട് കണ്ട് അവിടെ ചെന്ന് നോക്കി. അപ്പോൾ അതിൽ എല്ലാവിധ എണ്ണക്കടികളുണ്ട്. ബ്രെഡ് പോക്കറ്റ്, പരിപ്പ് വട, ഉള്ളിവട, പഴംപൊരി, ബന്ന് നിറച്ചത്, കൽമാസ്, ചിക്കൻ റോള്, മസാല ബോക്സ്, കട്ട്ലറ്റ്, ഉന്നക്കായ, ഫ്ലവർ വോട്ട്, മസാല ഉണ്ട, ഇലയട, മുട്ട പൊരിച്ചത് എല്ലാം ഉണ്ട് ഇവിടെ. എണ്ണക്കടിയായി ഒക്കെ ചായക്ക് എണ്ണക്കടിയായിട്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കണ്ട് നോക്കി. വളരെ രസമുണ്ട്. നല്ല എണ്ണക്കടികളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സൊന്ന് ഉഷാറായി. ഒന്ന് നന്നായിട്ടൊന്ന് ചായ കുടിക്കാമെന്ന് കരുതി. അപ്പോൾ ഏതെല്ലാം ഒന്ന് അകത്ത് കയറി നോക്കാമെന്ന് കരുതി. നോക്കുമ്പോൾ അകത്ത് ഇരിക്കാൻ നല്ല സൗകര്യമുണ്ട്, സീറ്റൊക്കെ ഉണ്ട്, വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്, ഫൈറൂസിൻ്റെ തട്ടുകട. അപ്പോൾ ഇവിടെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, മൊജിറ്റോ, ഫ്രഷ് ജ്യൂസ്, കുൽക്കി സർബത്ത് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് കുടിക്കാൻ. അങ്ങനെ അകത്ത് കയറി വെക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കാം. അപ്പം മിക്സ്, അപ്പം പൊള്ളിച്ചത്, പൊറോട്ട പൊള്ളിച്ചത്, അപ്പം മിക്സ്, കപ്പ മിക്സ്, പത്തൽ മിക്സ് ഒക്കെ ഉണ്ട്. ഒന്ന് ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കി. നല്ല വൃത്തിയും മടിപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അടുത്തതായിട്ട് കാണുന്നത് ഷവായി ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ഇവിടെ ഈ കട തേടി വരുന്നത് തന്നെ ഇവരുടെ സ്പെഷ്യൽ ഐറ്റമായ അൽഫാം കഴിക്കാനാണ്. നല്ല അൽഫാം ഉണ്ടാക്കുന്നത് കണ്ട് അവിടെ ഒന്ന് നോക്കി. അപ്പോൾ അൽഫാം പെരിപ്പെരിയുണ്ട്, കാന്താരി അൽഫാമുണ്ട്, നോർമൽ അൽഫാമുണ്ട്. അപ്പോൾ അതിൻ്റെ മസാല നീ കാണുന്നത്. അപ്പോൾ ഞാൻ 2 അൽഫാം ഓർഡർ ചെയ്ത്. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് 2 നല്ല അൽഫാം ചെയ്തു തരാൻ പറഞ്ഞ് ഫ്രഷ് ആയിട്ട് തന്നെ ഇതാ ചൂടോടെ അവർ ഒരു 5 മിനിറ്റ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല തീ പറക്കുന്ന അൽഫാം നമുക്ക് തരും, ഇതാ റെഡിയാക്കി തരുന്നുണ്ട്. അപ്പോൾ നല്ല തിരക്കേടില്ല, നല്ല ഭക്ഷണം, രുചികരമായ ഭക്ഷണം, ഹൃദയമായ സ്വീകരണം, നല്ല വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞവർ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവഴി കടന്നു പോകുന്നവർ തീർച്ചയായും ഫൈറൂസിൻ്റെ തട്ടുകടയിൽ കയറിയാൽ നിങ്ങൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ട്.